നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേച്ചേരി മണലിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലേക്ക് ഇടിച്ചുകയറി യുവാവിന് ദാരുണാന്ത്യം. മണലി സ്വദേശി ചുങ്കത്ത് വീട്ടിൽ ഷാജുവിന്റെ മകൻ 26 വയസ്സുള്ള എബിനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കും പരിക്ക്. പാർക്കാടി പൂര ചടങ്ങുകൾക്ക് സമാപനം. തിങ്കളാഴ്ച പുലർച്ചെ നടന്ന പൊങ്ങിലിടിയോടുകൂടിയാണ് ആഘോഷത്തിന് സമാപനമായത്. പകൽപൂരത്തിന്റെ എഴുന്നള്ളിപ്പിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 പോലീസുകാർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. സാംസ്കാരിക നിലയങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കരുതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. സംസ്കാര GCC പുന്നീർകുളത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച VP മാമു സ്മാരക ഭവൻ നാടിന് സമർപ്പിച്ചു. കുന്നംകുളത്ത് പണമിടപാടു സ്ഥാപനത്തിൽ ഇടപാടുകാരുടെ പ്രതിഷേധം. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനം കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപ തുകയും പലിശയും നൽകുന്നില്ലെന്ന് ഇടപാടുകാർ. സ്ഥാപന ഉടമകളെ വിവരമറിയിച്ച് പ്രശ്നപരിഹാരം സാധ്യമാക്കുമെന്ന് ജീവനക്കാർ. വിശദമായ വാർത്തയിലേക്ക്. നിയന്ത്രണം വിട്ട കാർ മതിലിലേക്ക് ഇടിച്ചുകയറി യുവാവിന് ദാരുണാന്ത്യം. മണലി സ്വദേശി ചുങ്കത്ത് വീട്ടിൽ ഷാജുവിന്റെ മകൻ എബിനാണ് മരിച്ചത്. 26 വയസ്സാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. തലക്കോട്ടുകര പള്ളി പെരുന്നാൾ കഴിഞ്ഞ് സുഹൃത്തായ മണലി കുറ്റിക്കാട്ടിൽ വീട്ടിൽ സുനിലിന്റെ മകൻ ഡിബിൻ, മറ്റൊരു സുഹൃത്ത് വിമൽ എന്നിവരുമായി കാറിൽ സഞ്ചരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്ന നിലയിലാണ്. ഡിബിൻ മെഡിക്കൽ കോളേജിലും വിമൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലുമാണ്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കേച്ചേരി ആക്സ് പ്രവർത്തകർ ഇരുവരെയും മുളങ്കുന്നത്ത്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും എബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തുടർന്ന് പൊതുദർശനത്തിന് ശേഷം എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയ സെമിത്തേരിയിൽ സംസ്കാരം നടത്തി. എരുമപ്പെട്ടിയിൽ സ്കൂട്ടർ ഇടിച്ച് കാൽനടയാത്രികൻ മരിച്ചു. വിറകുവെട്ട് തൊഴിലാളിയായ 70 വയസ്സുള്ള എരുമപ്പെട്ടി വട്ടക്കുഴി വീട്ടിൽ ജോണിയാണ് മരിച്ചത്. എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് മുന്നിൽ തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ജോണിയെ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആദ്യം പ്രവേശിപ്പിച്ചെങ്കിലും പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കാൻ ഇവർ നിർദ്ദേശിച്ചു. എന്നാൽ അപകടത്തിനിടയാക്കിയ സ്കൂട്ടർ യാത്രക്കാരൻ ഇയാളെ കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ ഉപേക്ഷിച്ചു പോയതായി പറയുന്നു. തുടർന്ന് ശ്വാസതടസ്സം നേരിട്ടതോടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ ചേർന്ന 108 ആംബുലൻസിൽ ജോണിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ മരിച്ചു. കണിമംഗലം സ്വദേശിയായ ജോണി 20 വർഷമായി എരുമപ്പെട്ടിയിൽ താമസിച്ചു വരികയാണ്. ത്രേസ്യ ഭാര്യയും ബാബു മകനുമാണ്. അഞ്ഞൂർ പാർക്കാടി പൂരത്തിനിടെ സംഘർഷം. 2 പോലീസുകാർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. CPM അനുകൂല പുരാഘോഷ കമ്മിറ്റിയായ കോസ്കോയിലെ അംഗങ്ങളും അഞ്ഞൂർ സ്വദേശികളുമായ 23 വയസ്സുള്ള സുനേഷ്, 27 വയസ്സുള്ള പ്രസാദ് എന്നിവർക്കും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിഖിൽ, ചേലക്കര സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അതുൽ കൃഷ്ണ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകിട്ട് 5:30യോടെയാണ് സംഭവം. കോസ്കോ ക്ലബ്ബിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ജിതിൻ എന്ന വ്യക്തിയെ പോലീസ് അന്വേഷിച്ചു വന്നതായും ഇയാളെ കിട്ടാതെ വന്നതോടെ തങ്ങളെ വൈരാഗ്യത്തിന്റെ പേരിൽ മർദ്ദിക്കുകയായിരുന്നുവെന്ന് മർദ്ദനത്തിനിരയായ കോസ്കോ ക്ലബ്ബ് അംഗങ്ങൾ പറഞ്ഞു. എന്നാൽ ഇരു ടീമുകൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ലാത്തി വീശിയതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പരിക്കേറ്റവർ കുന്നംകുളത്തെ ആശുപത്രികളിൽ ചികിത്സ തേടി. ചികിത്സയിൽ കഴിയുന്നവരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ജില്ലാ കമ്മിറ്റി അംഗം ബാലാജി, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ നേതാക്കളായ PG ജയപ്രകാശ്, PM സുരേഷ് തുടങ്ങിയവർ സന്ദർശിച്ചു. പാർക്കാടി പൂരാഘോഷ ചടങ്ങുകൾക്ക് കൊടിയിറങ്ങി. തിങ്കളാഴ്ച പുലർച്ചെ നടന്ന പൊങ്ങിലിടിയോടുകൂടിയാണ് ആഘോഷത്തിന് സമാപനമായത്. 35 ഗജവീരന്മാർ അണിനിരുന്ന പകൽപൂരത്തിന്റെ സമാപനത്തിന് ശേഷം വൈകിട്ട് കാവടി, തെയ്യം എന്നീ നാടൻ കലാരൂപങ്ങളുടെ വരവും ഉണ്ടായിരുന്നു. രാത്രി 9 മണിക്ക് അഞ്ഞൂർകുന്ന് യുവജന ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പാറമേക്കാവ് അഭിഷേക് പ്രമാണിത്വം വഹിച്ച നടപ്പുരമേളവും രാത്രി 2 മണിക്ക് ദേവസ്വം പൂരവും എഴുന്നള്ളിപ്പും നടന്നു. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പും കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റിയും മേൽശാന്തിയുമായ ശങ്കരൻ നമ്പൂതിരി, കീഴ്ശാന്തി സജീഷ് എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പൂരം CCTV സിനിമ ചാനൽ, YouTube ചാനൽ എന്നിവയിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും.
പാർക്കാടി പൂരപ്പറമ്പിൽ വിശ്രമമില്ലാതെ വയലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ. ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ആംബുലൻസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൂരപ്പറമ്പിൽ സേവനം നടത്തിയിരുന്നത്. കുഴഞ്ഞുവീണ കുന്നംകുളം ചൂണ്ടൽ സ്വദേശി നവനീത് എന്ന കുട്ടിയെ ആൾക്കൂട്ടത്തിൽ നിന്നുമെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റ് ചിലർക്കും വൈദ്യസഹായം എത്തിച്ചു. ആക്സ് വയലത്തൂർ ആംബുലൻസ് പ്രവർത്തകരായ ജോമോൻ, ഷിജു, അജ്മൽ, ചാച്ചു, ലിബി, റിജോ, ഷെമി, ഷിബി എന്നിവർ നേതൃത്വം നൽകി. സാംസ്കാരിക നിലയങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടി മാത്രം തുറന്നുകൊടുക്കുന്ന കേന്ദ്രങ്ങൾ ആകാതെ നാടിന് ഗുണം ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കുമിടയിലും അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. സംസ്കാര GCC പുന്നേർകുളത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച VP മാമു സ്മാരക ഭവൻ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ അത് തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടി മാത്രം തുറന്നു വെക്കുകയും മറ്റുള്ളവർ വന്നാൽ ഈ സാംസ്കാരിക നിലയത്തിന്റെ മാതൃകകൾ അവർക്ക് നേരെ വലിച്ചടക്കുകയും ചെയ്യുകയല്ല. ഈ സാംസ്കാരിക നിലയം നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അത് വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും. ചരിത്രബോധമുണ്ടായാൽ മാത്രമാണ് രാഷ്ട്രീയ കാര്യങ്ങളിലും ഭാവിക്ക് വേണ്ടിയും പൊരുതാൻ കഴിയൂ എന്നും ചരിത്രത്തെ വളച്ചൊടിക്കാതെ വക്രതയില്ലാത്ത രീതിയിൽ പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും നാം തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമർപ്പണ ചടങ്ങിനു ശേഷം മുക്കണ്ടത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സംസ്കാര GCC പ്രസിഡന്റ് അഷ്റഫ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൾ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, പൊന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ V അപ്പു മാസ്റ്റർ, AD ധനീബ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ ലീനസ്, സംസ്കാര GCC സ്ഥാപക പ്രസിഡന്റ് VP ലത്തീഫ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സംസ്കാര GCC ട്രഷറർ V ഷഹീൽ സ്വാഗതവും ട്രഷറർ ഉക്കയിൽ അഷ്റഫ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗസൽ ഗായകൻ അലോഷി നയിച്ച ഗസൽ സന്ധ്യയും ഉണ്ടായിരുന്നു. ഭാരവാഹികളായ സംസ്കാര GCC ഓഫീസ് സെക്രട്ടറി മൂസക്കുട്ടി AEO, സംഘടക സമിതി ചെയർമാൻ നസീർ പുന്നൂക്കാവ്, കോർഡിനേറ്റർ രഘുനാഥ് മപാല, അമീർ കരിയത്തിൽ, V താജുദ്ദീൻ, വിപിൻ ചറായി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പൊന്നയൂർകുളം AEO പരിസരത്ത് 3.25 സെന്റ് സ്ഥലത്ത് 50 ലക്ഷം രൂപ ചെലവഴിച്ച് 1450 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് മനോഹരമായ സ്മാരക കേന്ദ്രം പണിതുയർത്തിയത്. UAE, കുവൈത്ത്, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, മലേഷ്യ എന്നിവിടങ്ങളിലുള്ള 157 അംഗങ്ങളുള്ള വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് സമാഹരണം നടത്തി മനോഹരമായ മാമു സ്മാരക ഭവൻ നിർമ്മാണം പൂർത്തിയാക്കിയത്. എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടം. ITC റോഡ് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയാണ് മറിഞ്ഞത്. തിങ്കളാഴ്ച രാവിലെ 10:30യോടെയാണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് വന്ന സ്കൂട്ടറിനെ കണ്ട് ബ്രേക്കിട്ടതോടെ ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. ഉടൻ തന്നെ പരിസരത്തുണ്ടായിരുന്ന നാട്ടുകാർ ഓട്ടോറിക്ഷ ഉയർത്തി പൂർവ്വസ്ഥിതിയിലാക്കി. അപകടത്തിൽ പരിക്കേറ്റ കുട്ടിയെ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളത്ത് പണമിടപാട് സ്ഥാപനത്തിൽ ഇടപാടുകാരുടെ പ്രതിഷേധം. കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപ തുകയും 4 മാസമായി പലിശയും ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് തൃശൂർ റോഡിലെ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന പണമിടപാട് സ്ഥാപനത്തിലാണ് ഇടപാടുകാരായ 50ഓളം പേർ പ്രതിഷേധിച്ചത്. നിക്ഷേപകർക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വരെ പലിശ ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 4 മാസമായി ഇത് ലഭിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. സ്ഥിര നിക്ഷേപകരുടെ കാലാവധി കഴിഞ്ഞിട്ടും ലക്ഷങ്ങളാണ് കിട്ടാനുള്ളതെന്നും ഇടപാടുകാർ ആരോപിച്ചു. പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ജീവനക്കാരുമായി സംസാരിച്ചു. കമ്പനിക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്നും ഇടപാടുകാരുടെ പണം നഷ്ടമാകില്ലെന്നും മാത്രമാണ് ജീവനക്കാർ പറയുന്നത്. കൂടുതലായി ഇവർക്കും വിശദീകരണം നൽകാനാകുന്നില്ല. സ്ഥാപനത്തിന്റെ ഉന്നതരുമായി ആലോചിച്ച് പ്രശ്നപരിഹാരം കാണണമെന്ന് ഇടപാടുകാർ ആവശ്യപ്പെട്ടു. ആർക്കെങ്കിലും കൊടുത്തവരുണ്ടോ? നിങ്ങളുടെ എമൗണ്ട് കൊടുത്തവരാ? 13 ബ്രാഞ്ചസ് ഉണ്ട്. അതിലെ കുറച്ച് ആൾക്കാർക്കാണ് കൊടുത്തു തുടങ്ങിയത്. ഒറ്റയടിക്ക് കൊടുത്തു തീർക്കാനായിട്ട് പെട്ടെന്ന് പറ്റില്ല. നമുക്ക് സമയമാണ് വേണ്ടത്. കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഈ സ്ഥാപനത്തിൽ നിങ്ങളുടെ ഇവിടെ എത്ര പേരെ ഇതിൽ ചേർത്ത് എത്ര കാശ് കൊടുത്തവർ ആരെങ്കിലും ഉണ്ടോ? പൈസ കിട്ടിയവർ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഇവിടുന്ന് കൊടുത്തിട്ടുള്ളത് പ്രഭാതത്തിൽ എല്ലാവരും കൊണ്ട് നിക്ഷേപിച്ചു. എത്ര ശതമാനം ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നത്? 12%. ബാങ്കിൽ എത്ര കൊടുക്കുന്നുണ്ട്? 8%. 7%. ഇല്ല, അത്
അവർ നമ്മൾ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കും തോറും അവരെല്ലാം പറഞ്ഞ് പിന്മാറാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇതുവരെ ഞങ്ങളോട് സംസാരിക്കാനുണ്ടായിട്ടില്ല. വെച്ചാൽ ഇവർ ഇപ്പോൾ ഒരാൾ ഒരു റെപ്രസെൻറ്റേറ്റീവുമാർ ഒരാൾ വന്നു, അയാൾ പറയുന്നത് എന്താ വെച്ചാൽ അയാൾ പറഞ്ഞു തുടങ്ങിയത് ഞാൻ അവരുടെ റെപ്രസെൻറ്റേറ്റീവാണ്, ഞാൻ 13 ദിവസമായിട്ടുള്ള ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് എന്നെ ഉത്തരവാദിത്തപ്പെട്ടത് വിശദീകരിച്ചിട്ട് മെയിൻ ആൾക്കാരാണ്. അയാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞത് ഞാൻ ആരില്ലെന്ന് പറഞ്ഞാൽ പോവുകയും ചെയ്തു. അയാളുടെ പേര് പറയുന്നില്ല, അയാളുടെ നമ്പർ പറയില്ല, അയാളുടെ രാജ്യമൊന്നും പറയുന്നില്ല. അയാളിപ്പം മിണ്ടാതെ റൂമിനകത്തിരിക്കുക. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലെ വാഹന പാർക്കിംഗ് മേഖലയിലും കടലോരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. തിങ്കളാഴ്ച പുലർച്ചെ 2:30യോടെയാണ് അപ്രതീക്ഷിതമായ വേലിയേറ്റം ഉണ്ടായത്. പാർക്കിംഗ് സ്ഥലത്തേക്ക് വെള്ളം അടിച്ചു കയറുകയായിരുന്നു. ഇതിനു മുമ്പും നിരവധി തവണ ഇത്തരത്തിൽ വെള്ളം തീരത്തേക്ക് കയറിയിരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ 2022-23 സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ LCD പ്രൊജക്ടർ പദ്ധതിയിൽ അഴിമതി എന്ന ആരോപണവുമായി കോൺഗ്രസ് മെമ്പർമാർ രംഗത്തെത്തി. വ്യാജരേഖ ചമച്ച് പഞ്ചായത്തിനെ കബളിപ്പിച്ച് LCD പ്രൊജക്ടറുകൾ നേടിയെടുത്ത ക്ലബ്ബുകളുടെ ഭാരവാഹികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പഞ്ചായത്തിലെ 2-ാം വാർഡിലെ ഒരു ക്ലബ്ബ് ചേർപ്പിലുള്ള ക്ലബിന്റെയും 15-ാം വാർഡിലെ ഒരു ക്ലബ്ബ് വെള്ളാങ്ങല്ലൂർ കാർഷിക സംഘത്തിന്റെയും രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കി LCD പ്രൊജക്ടറുകൾ കൈവശപ്പെടുത്തുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരിൽ നിന്നും റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പരാതിയിൽ വാസ്തവമുണ്ടെന്ന് ബോധ്യപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥ ഈ വിവരം പഞ്ചായത്തിന് രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഈ വിഷയം യോഗത്തിൽ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ തയ്യാറായില്ലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. നിർവഹണ ഉദ്യോഗസ്ഥ സെക്രട്ടറിക്ക് വെച്ച കത്ത് 3 മാസമായിട്ടും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയോ അതിനെതിരെ നടപടിയെടുക്കുകയോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് വൻ അഴിമതിയാണ് DYFI CPM നേതാക്കൾ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ അഴിമതി നടത്തിയ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയ CPM DYFI നേതാക്കളെ സംരക്ഷിക്കാനുള്ള പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ സഭ വിട്ടുപോയത്. വൻ അഴിമതിയാണ് ഈ LCD പ്രോജക്ടിന്റെ കാര്യത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. പഞ്ചായത്തിന്റെ മുതൽ കൊള്ളയടിക്കുന്നതിന് CPM ഭരണസമിതി കൂട്ടുനിൽക്കുകയാണെന്ന് കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ്, PK മാധവൻ, റിജി ജോർജ്, സതി മണികണ്ഠൻ എന്നിവർ പഞ്ചായത്ത് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചു. വ്യാജരേഖയുണ്ടാക്കി പ്രൊജക്ടറുകൾ നേടിയെടുത്ത ക്ലബ്ബുകൾക്കെതിരെ ഇന്റേണൽ വിജിലൻസ് ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുടെ ഭാഗമായി നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസ് മെമ്പർമാരുടെ മറിച്ചുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ പറഞ്ഞു. കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ സമയത്താണ് പഞ്ചായത്തിലെ ക്ലബ്ബുകളിലേക്കും വായനശാലകളിലേക്കും LCD പ്രൊജക്ടറുകൾ നൽകിയത്. 18 വാർഡുകളിലെയും മെമ്പർമാർ LCD പ്രൊജക്ടർ നൽകിയ ക്ലബ്ബുകളിലെ ലിസ്റ്റ് അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് മെമ്പർമാർ പ്രതിനിധാനം ചെയ്യുന്ന 2, 15 എന്നീ വാർഡുകളിലാണ് കൃത്രിമ രേഖയുണ്ടാക്കി പ്രൊജക്ടർ നേടിയെടുത്തതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി ചില മെമ്പർമാരെ ലക്ഷ്യം വെച്ചാണ് ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങൾ ആരോപണമായി രംഗത്തെത്തിയിട്ടുള്ളതെന്നും കോൺഗ്രസ് മെമ്പർമാർക്കിടയിലുള്ള ഈ ഗ്രൂപ്പ് വഴക്ക് വികസന പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കും ഇരട്ടത്താപ്പും ജനങ്ങൾ തിരിച്ചറിയണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. 2-ാം വാർഡിലെ UDF അംഗം സുധീഷ് പറമ്പിന്റെയും 15-ാം വാർഡിലെ UDF അംഗം റിജി ജോർജിന്റെയും വാർഡുകളിലാണ് ഇപ്പോൾ UDF നേതാക്കന്മാർ ആക്ഷേപവുമായി വന്നിട്ടുള്ളത്. ഈ വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുധീഷ് പറമ്പിലോ റിജി ജോർജോ നാളിതുവരെയും യാതൊരു പരാതിയും ആക്ഷേപവും ഈ പഞ്ചായത്ത് ഭരണസമിതി ബോധിപ്പിച്ചിട്ടില്ല. ഈ ക്ലബ്ബുകളുടെ പേരിൽ നടപടിയെടുക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ്. 2-ാം വാർഡിലെ UDF അംഗം സുധീഷ് പറമ്പിന്റെയും 15-ാം വാർഡിലെ UDF അംഗം റിജി ജോർജിന്റെയും വാർഡുകളിലാണ് ഇപ്പോൾ UDF നേതാക്കന്മാർ ആക്ഷേപവുമായി വന്നിട്ടുള്ളത്. ഈ വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുധീഷ് പറമ്പിലോ റിജി ജോർജോ നാളിതുവരെയും യാതൊരു പരാതിയും ആക്ഷേപവും ഈ പഞ്ചായത്ത് ഭരണസമിതി ബോധിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ഉന്നയിക്കാത്തൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്റേണൽ വിജിലൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപടി സ്വീകരിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരു പ്രയാസവുമില്ല. കർശനമായ നടപടി വ്യാജരേഖ ചുമത്തതിനും അഴിമതിക്കുന്നതിനും ഈ ഭരണസമിതി സ്വീകരിക്കുന്നതായിരിക്കും.
പെലക്കാട്ടുപയ്യൂർ മാഷിക്കാവ് ക്ഷേത്രത്തിലെ പൂരം ചൊവ്വാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ മുതൽ ആരംഭിക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 3-ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. തുടർന്ന് 7 ദേശങ്ങളിൽ നിന്നായി വരുന്ന ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി സമാപിക്കും. 6:40-ന് പാണ്ടിമേളത്തോടെയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പിൽ 12 ഗജവീരന്മാർ അണിനിരക്കും. 7:30 മുതൽ വിവിധ ദേശക്കാരുടെ തെയ്യം, തിറ, കാവടി തുടങ്ങിയ കലാരൂപങ്ങൾ ക്ഷേത്ര മൈതാനിയിലെത്തി സമാപിക്കും. 8:30 മുതൽ 9:30 വരെ നടക്കൽ പറയും. രാത്രി പൂരാവർത്തനവുമാണ്. പുലർച്ചെ പൊങ്ങലിയുടെയോടെ ആഘോഷത്തിന് സമാപനമാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സോമരാജ്, സെക്രട്ടറി PS സജി, മെമ്പർ NM തിലകൻ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർപാടത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഞായറാഴ്ച രാത്രി 12 മണിയോടെയാണ് അപകടം. കുന്നംകുളം പാർക്കാടി പൂരം കണ്ട് മടങ്ങുകയായിരുന്ന കടങ്ങോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ബോണറ്റിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാർ തെങ്ങ് മുറിച്ചു മാറ്റിയതിനെ തുടർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിലിലെ ചുമർ ചിത്രങ്ങളുടെ നവീകരണം തുടങ്ങി. പുരാതന ചിത്രങ്ങളുടെ പാരമ്പര്യ തനിമയും ശൈലിയും നിലനിർത്തി പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് നവീകരിക്കുന്നത്. ഉച്ചപൂജ കഴിഞ്ഞ് ക്ഷേത്ര നട അടച്ചതിനു ശേഷമാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. പൗരപ്രമുഖനും പൊതുപ്രവർത്തകനും സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വവുമായ അവിയൂർ ഏറഞ്ചേരി ക്ഷേത്രത്തിന് എതിർവശം ചന്തിരുത്തിൽ കേശവൻ മകൻ വേണു നിര്യാതനായി. 73 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അവിവാഹിതനാണ്. സംസ്കാരം ബുധനാഴ്ച നടക്കും. കടവല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ കൃഷിനാശം സംഭവിച്ച പെരുമ്പിലാവ് ആൽത്തറ പ്രദേശത്ത് കർഷക കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് K വാസുദേവൻ, CK സുലൈമാൻ, KV സഹദേവൻ, നാസർ കല്ലായി, PM അൻവർ എന്നിവർ സന്ദർശനം നടത്തി. കൃഷി ഓഫീസർ വിളിച്ചു ചേർത്ത ADC അംഗങ്ങളുടെയും കർഷകരുടെയും യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ വിഷയത്തിന് പരിഹാരം കണ്ടെത്താം എന്ന് ഉറപ്പു നൽകിയെങ്കിലും നാളിതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് കർഷക സംഘ നേതാക്കൾ പറഞ്ഞു. കർഷകർക്ക് ആശ്വാസമേകും വിധം ധനസഹായം ഉൾപ്പെടെയുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അപ്പോൾ കൃഷി മേഖല വളരെ പരിതാപകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നത്. അടുത്ത വർഷം ഈ നിലയിലാണെങ്കിൽ അടുത്ത വർഷം മുണ്ടകൻ കൃഷി ചെയ്യില്ല. മുണ്ടകൻ എന്നുള്ളതല്ലേ ഏത് ചെയ്തിട്ടും കാര്യമില്ല, ചെയ്യില്ല. കൃഷി എന്നുള്ളതല്ല ഒരു കൃഷിക്കും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ആളുകൾ ലോണൊക്കെ എടുത്തിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വ്യാപകമായിട്ടില്ല. ഇത് എല്ലാ കണ്ടത്തിലും ഇത് വരുമ്പോൾ ഏക്കർ കണക്കിൻ്റെ നഷ്ടം സംഭവിക്കുകയാണ്. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ പുതിയതായി പണിത ഭജന മണ്ഡപത്തിന്റെ സമർപ്പണം നടന്നു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയാണ് ഭജന മണ്ഡപം ക്ഷേത്രത്തിനായി പണിതു നൽകിയത്. അഷ്ടവൈദ്യ പാരമ്പര്യത്തിലെ വൈദ്യശ്രേഷ്ഠരെല്ലാം നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഭജനയിരുന്നാണ് വൈദ്യവൃത്തിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപകൻ PS വാര്യർ മുതൽ ഇപ്പോഴത്തെ മാനേജിംഗ് ട്രസ്റ്റി PM വാര്യർ വരെ എല്ലാവരും ധന്വന്തരി മൂർത്തിക്ക് മുന്നിൽ ഭജനമിരുന്നാണ് വൈദ്യം തുടങ്ങിയത്. ഈ പാരമ്പര്യം ഉൾക്കൊണ്ടാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ഭജനമണ്ഡപം പണിതു നൽകുവാൻ തീരുമാനിച്ചത്. സമർപ്പണ ചടങ്ങിൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി PM വാര്യർ, കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം ഓഫീസർ PB ബിജു, മെഡിക്കൽ ഓഫീസർ അരുൺ കൈമൾ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലം ബസ് സ്റ്റോപ്പിന് സമീപം സ്വകാര്യ ബസിന്റെ പിറകിൽ ഓട്ടോറിക്ഷ ഇടിച്ച് 2 പേർക്ക് പരിക്ക്. കുണ്ടന്നൂർ സ്വദേശികളായ ഓട്ടോറിക്ഷ ഡ്രൈവർ സുരേഷിനും യാത്രക്കാരി ലക്ഷ്മിക്കുമാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ബസിന് പുറകിൽ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ 2 പേരെയും 108 ആംബുലൻസിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 200-ലേറെ ഭക്തിഗാനങ്ങൾ രചിച്ച് ആലാപനം സ്വന്തമായി ചിട്ടപ്പെടുത്തിയ കലാ സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയെങ്കിലും വേണ്ടത്ര പ്രീതിയിൽ അറിയപ്പെടാതെ പോയ ഒരു കലാകാരനെ പരിചയപ്പെടാം. ആർത്താറ്റ് സ്വദേശിയായ വാഴപ്പള്ളി വീട്ടിൽ ആന്റണി ചാക്കുവാണ് ആ വ്യക്തിത്വം. റിപ്പോർട്ടിലേക്ക്. ദൈവമേ നിൻ സ്വരമെൻ കാതുകളിൽ അലയടിച്ചുയർന്നിടണമേ. ദൈവമേ നിൻ സ്വരമെൻ കാതുകളിൽ അലയടിച്ചുയർന്നിടണമേ.
ഇപ്പോൾ 84 വയസ്സുള്ള ആന്റണി ചാക്കു കഥകളി, നാടക നിർമ്മാണം തുടങ്ങി നിരവധി മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭയാണ്. 200-ലേറെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിക്കുകയും ആലപിക്കുകയും ചെയ്തു. അധികമാരും കൈവയ്ക്കാത്ത കഥകളി സ്വന്തമായി ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ച അദ്ദേഹം 1941-ലാണ് ജനിച്ചത്. സ്കൂൾ പഠനകാലത്ത് റാണി മരിയ എന്ന നാടകം എഴുതുകയും സ്കൂളിൽ അഭിനയിക്കുകയും ചെയ്തു. കരളലിയുന്ന കലാകാരൻ നാടകം ഉൾപ്പെടെ നിരവധി നാടകങ്ങൾ രചിക്കുക മാത്രമല്ല, അരങ്ങിൽ കഥാപാത്രങ്ങളെ അനശ്വരമാക്കുകയും ചെയ്തു. നാരായണൻ നമ്പ്യാർ, ഗോപിയാശാൻ, സൈതാലി ഗുരുക്കൾ എന്നീ പ്രഗത്ഭരായ ആശാന്മാരുടെ ശിക്ഷണത്തിലായിരുന്നു കളരി അഭ്യാസം. അഗ്രികൾച്ചറിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും ആ മേഖലയിൽ തുടരാതെ ഓട്ടോമൊബൈൽ രംഗത്തേക്ക് തിരിയുകയും പഠനം പൂർത്തിയാക്കിയ ശേഷം 35-ാം വയസ്സിൽ ഗൾഫിൽ എയർഫോഴ്സ് വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിക്കുകയുമായിരുന്നു. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഗൾഫിലേക്ക് പോയത്. 35 വർഷം വയസ്സായപ്പോൾ ഗൾഫിലേക്ക് തിരിച്ചത്. അതുവരെ ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു. നാട്ടിൽ പല ദിവസങ്ങളും പഠനങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ വിദേശത്ത് പോയപ്പോൾ എയർഫോഴ്സിൽ ചേർന്ന് അവിടെ ജോലി ചെയ്യുകയും അവിടെ പഠിക്കുകയും 6 മാസം ടെസ്റ്റ് കൊടുക്കുകയും ചെയ്ത് എയർഫോഴ്സിൽ അവിടുത്തെ ഹൈഡ്രോളിക്കിൻ്റെ സ്പെഷ്യലിസ്റ്റായിട്ട് ജോലി ചെയ്തു. അതുകൂടാതെ ഫ്യൂൾ സെക്ഷനിലും അവിടെ ലാബ് അതിൻ്റെ ഇതിലൊക്കെ വർക്ക് ചെയ്തു. അങ്ങനെ 22 വർഷം ഞാൻ അവിടെ തന്നെ ജോലി ചെയ്തു. ഹൈഡ്രോളിക് സ്പെഷ്യലിസ്റ്റായി പ്രവർത്തിച്ചതിന് പുറമെ ഫ്യൂവൽ, ലാബ് സെക്ഷനുകളിൽ 2 പതിറ്റാണ്ടിലധികവും തൊഴിലെടുത്തു. പിന്നീട് നാട്ടിൽ വന്ന ശേഷം കൊയർ ഗ്രൂപ്പിൽ ചേർന്ന ശേഷമാണ് ഗാനരചന ആരംഭിക്കുന്നത്. ക്രിസ്തീയ ദർശനങ്ങളാണ് പാട്ടെഴുത്തിന് പ്രചോദനമെന്ന് ആന്റണി ചാക്കു പറഞ്ഞു. പ്രചോദനം പ്രയർ ഗ്രൂപ്പിൽ കടന്നു വന്നതിന് ശേഷം പ്രാർത്ഥനയിൽ കൂടിയാണ് ഈ റൂട്ടിലേക്ക് തിരിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ പ്രാർത്ഥന ഞാൻ ചെല്ലും, അല്ല കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് അതിനൊരു ദർശനം കിട്ടാറുണ്ടായിരുന്നു. 300-ലേറെ ക്രിസ്തീയ ഗാനങ്ങൾ എഴുതിയതിനു പുറമെ യേശുവിന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള പീഠാനുഭവങ്ങളുടെ കഥ ഓട്ടൻതുള്ളലായി എഴുതി അഞ്ഞൂർ പള്ളിയിലും വിവിധ വേദികളിലും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടു ഞങ്ങൾ ഈശോയുടെ തിരുമുറിവുകളിൽ കാണുന്നു ഞങ്ങൾ തിരുരക്തം തരണിയിലൂടെ വാർന്നിട്ട്. ഇപ്പോൾ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് വിശ്രമത്തിലാണ്. ദൈവാനുഗ്രഹത്താൽ വീണ്ടും കർമ്മനിരതനാകാമെന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് ഈ അനുഗ്രഹീത കലാകാരൻ. പ്രായാധിക്യത്താൽ പ്രായം, അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ ഇരുന്ന് പാടുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊരു പാട്ടിനെ ഞാനിപ്പോൾ ഒന്ന് കേൾപ്പിച്ചു തരാം. ദൈവമേ നിൻ സ്വരമെൻ കാതുകളിൽ അലയടിച്ചുയർന്നിടണമേ. ആർത്താറ്റ് സ്കൂളിലെ അധ്യാപികയായ കൊച്ചുത്രേശി ടീച്ചറാണ് ഭാര്യ. ഷൈൻഡി, ഷൈജി, ജോഫി എന്നിവർ മക്കളും ജേക്കബ് പോൾ, ജോയ്, ദീപ എന്നിവർ മരുമക്കളുമാണ്. ത്രിസന്ധ്യാ ജപമാല ചൊല്ലി. KSKTU വെള്ളാറ്റഞ്ഞൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബിക്ക് നിവേദനം നൽകി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ താമസയിടങ്ങൾ സന്ദർശിച്ചതിനെ തുടർന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം P മോഹൻദാസാണ് നിവേദനം സമർപ്പിച്ചത്. KN രാധാകൃഷ്ണൻ, മഞ്ജുനാഥൻ, ആരിഫ സാബിർ എന്നിവർ സംസാരിച്ചു. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവിയറിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രം ജനുവരി 17 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നോവേന എന്നിവയ്ക്ക് ശേഷം അമല മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആന്റണി പെരിഞ്ചേരി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ശനിയാഴ്ച രാവിലെ 6:30 കൂടുതുറക്കൽ ശുശ്രൂഷ, തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ച, വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചുവെക്കൽ, അമ്പ് വള എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. വികാരി ഫാദർ ഷിൻഡോ പാറയിൽ മുഖ്യ കാർമ്മികനായി. രാത്രി വിവിധ കമ്മിറ്റികളുടെ അമ്പ് വള പ്രദക്ഷിണം നടന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനായി. ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 5 മണിക്ക് ലതീഞ്ഞ്, നോവേന എന്നിവയെ തുടർന്ന് ഭക്തിസാന്ദ്രമായ അങ്ങാടിച്ചുറ്റി തിരുനാൾ പ്രദക്ഷിണം നടന്നു. പ്രദക്ഷിണത്തിനു ശേഷം പള്ളിയിലെത്തി തിരുശേഷിപ്പ് ആശീർവാദം, പിന്നീട് വർണ്ണമഴയും ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ സെമിത്തേരിയിൽ ഇടവകയിലെ മരിച്ചുപോയവർക്കുള്ള ഓപ്പീസ്,
വൈകിട്ട് 7 മണിക്ക് ചിറയിൻകീഴ് അനുഗ്രഹയുടെ ചിത്തിര എന്ന നാടകത്തിന്റെ അവതരണവും നടന്നു. തിരുനാളിന് ജനറൽ കൺവീനർ ഗ്രേഷ്യസ് ഫ്രാൻസിസ് കുറ്റിക്കാട്ട്, കൈക്കാരന്മാരായ പോളി കുറ്റിക്കാട്ട്, റിൻഡോ കുറ്റിക്കാട്ട്, ലെനിൻ കുറ്റിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. RSS BJP പ്രവർത്തകർ കൊലപ്പെടുത്തിയ CPM തിരുനെല്ലൂർ ബ്രാഞ്ച് അംഗവും ഡിവൈഎഫ്ഐ മുല്ലശ്ശേരി മേഖലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന മുജീബ് റഹ്മാന്റെ 19ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ചിറ്റാറ്റുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CPM ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. CF രാജൻ അധ്യക്ഷത വഹിച്ചു. ആഷിഖ് വലിയകത്ത്, RA അബ്ദുൾ ഹക്കീം, AC രമേശ്, ചെറുപുഷ്പം ജോണി എന്നിവർ സംസാരിച്ചു. തിരുനെല്ലൂരിലും മുജീബ് റഹ്മാൻ രക്തസാക്ഷി ദിനാചരണം നടന്നു. യോഗം CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം PB ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. RR പ്രഭാസൻ, അതുൽ കൃഷ്ണ, റഹീസ നാസർ, ഫൈസൽ ഖാദർ, നിധിൻ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ കുന്നംകുളത്ത് നടക്കുന്ന CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കേച്ചേരി യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ മോട്ടോർ വേൾഡ് പട്ടികര കിരീടം നേടി നവധാര ചിറനെല്ലൂർ രണ്ടാമതെത്തി. വിജയികൾക്ക് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി സമ്മാനദാനം നിർവഹിച്ചു. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KA സൈഫുദ്ദീൻ, കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം PR ജയൻ, പൂമരം പ്രവാസി വേദി പ്രതിനിധി ഷാജഹാൻ എന്നിവർ ടൂർണമെന്റിലെ വ്യക്തിഗത ട്രോഫികൾ വിതരണം ചെയ്തു. ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ് സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി PM സഹല അധ്യക്ഷയായി. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജാസ് PK, സനൽ മഴുവഞ്ചേരി, ആദിൽ മണലി എന്നിവർ നേതൃത്വം നൽകി. ചീരകൃഷിയുമായി ബന്ധപ്പെട്ട് പുത്തൻ പരീക്ഷണങ്ങളുടെ പണിപ്പുരയിലാണ് ഗുരുവായൂർ സ്വദേശി സുജാത സുകുമാരൻ. ചീരയിൽ നിന്നും കണ്ടെത്തിയ ശീതളപാനീയം വിജയകരമായതിനെ തുടർന്ന് ഇനി കാലിത്തീറ്റയും നിർമ്മിക്കാൻ ചീരയുടെ അവശിഷ്ടം കന്നുകാലികൾക്ക് നൽകാറാണ് പതിവ്. അങ്ങനെയെങ്കിൽ ഇത് കാലിത്തീറ്റ നിർമ്മാണത്തിന് ഉപയോഗിച്ചുകൂടെ എന്നായി ഇവരുടെ ചിന്ത. മെഷീനറികൾ ഉപയോഗിച്ച് ചീരച്ചണ്ടി പെല്ലറ്റാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണിവർ. കാർഷിക രംഗത്ത് പുത്തൻ ഉണർവേകുന്ന ഇവരുടെ പരീക്ഷണങ്ങൾക്ക് കട്ട സപ്പോർട്ടായി കൃഷിവകുപ്പും നഗരസഭയും കുടുംബശ്രീയും കൂടെയുണ്ട്. പാട്ടത്തിനെടുത്ത 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 10 ഇനത്തിലധികം ചീരകളാണ് സുജാത കൃഷി ചെയ്യുന്നത്. അതിൽ സിംഹഭാഗവും ശീതളപാനീയത്തിനുള്ള വ്ലാള
കേരള കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ചൂണ്ടൽ പഞ്ചായത്ത് അധികാരികൾക്ക് SC/ST നഗർ നിവാസികളുടെ വിവിധ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി നിവേദനം സമർപ്പിച്ചു. കേച്ചേരി മേഖലാ സെക്രട്ടറി VK ഹരിദാസിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം ഏരിയ സെക്രട്ടറിയുമായ MB പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യപ്രഭാഷണം നടത്തി. ചൂണ്ടൽ മേഖലാ സെക്രട്ടറി CA ഗോപി സ്വാഗതവും ഏരിയ അംഗം PT ജോസ് നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക ദിനം ആഘോഷിച്ചു. പാലൂർ ഫൊറോന വിശ്വാസ പരിശീലന ഡയറക്ടർ ഫാദർ ഡെന്നിസ് മാറോക്കി ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി യോഗം സെക്രട്ടറി ജെറോമി ജോസ്, വിശ്വാസ പരിശീലനം സെക്രട്ടറി TC ജോർജ്, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി സെക്രട്ടറി ജോഷി മോഹൻ, ക്ലേലിയ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര, CA ജോഷി, ജിഷോ എസ് പുത്തൂർ, P ഐലാസർ, NK ലോറൻസ്, ബാബു ആന്റണി ചിരിയങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. പരമ്പരാഗത ക്രിസ്ത്യൻ വിഭവ സുറിയാനി ഫുഡ് ഫെസ്റ്റും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഏകപാത്ര നാടകശില്പി ചാലിശ്ശേരി സ്വദേശി ഗോപിനാഥ് പാലഞ്ചേരിയുടെ ഏകാംഗ നാടകത്തിന് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് നാടിന് അഭിമാനമായി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടത്തിയ സംസ്ഥാനതല സർഗോത്സവത്തിലാണ് മരണമൊഴി എന്ന ഏകപാത്ര നാടകത്തിന് 1ാം സ്ഥാനം നേടിയത്. ഏതാണ്ട് ഒരു വർഷത്തോളമായി ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിനായി അവതരിപ്പിച്ചുവരുന്ന ഏകപാത്ര നാടകമാണ് സമ്മാനാർഹമായത്. ചെറുപ്രായം മുതൽ സ്കൂൾ നാടകരംഗങ്ങളിലൂടെ അരങ്ങിന്റെ വിശ്വസ്തനായ ഗോപിനാഥ് 63 വയസ്സിന്റെ നിറവിലും നാടക പ്രേമവും കലാരംഗത്തുള്ള പ്രതിബദ്ധതയും അഭിനിവേശവും നിലനിർത്തി മികച്ച പ്രകടനവും ചലനാത്മക അവതരണവും കൊണ്ട് മരണമൊഴി എന്ന ഏകപാത്ര നാടകത്തെ വ്യത്യസ്തമാക്കിയിരുന്നു. മികച്ച നടന വൈഭവത്തോടെയാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി ഈ കലാകാരൻ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. ഇതിനോടകം നാടകം 115ഓളം വേദികളിൽ മരണമൊഴി അവതരിപ്പിച്ചിട്ടുണ്ട്. ആരോടാന്ന് വെച്ചിട്ടാ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ന്യായം പറയണം. മൂക്കാട്ടിരി മഠത്തിലെ കാര്യസ്ഥനാ രാമൻ നായരെന്ന് ഓർമ്മ വെച്ചോളണം. പണ്ടൊക്കെ ഒരു മര്യാദയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. പാട്ടം മുഴുവൻ തന്നില്ല എന്നുള്ളത് പോട്ടെ, ന്യായം പറയാൻ വേണം. ആധുനിക കാലത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങളെ സ്പർശിക്കുന്നതാണ് മരണമൊഴിയുടെ കഥ. നിരവധിയായ നാടകങ്ങളിൽ വേഷമണിഞ്ഞ ഇദ്ദേഹം 2 വർഷം മുമ്പ് സംസ്ഥാന പഞ്ചായത്ത് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പാട്ടബാക്കി എന്ന നാടകത്തിലും മികച്ച അഭിനയം കാഴ്ചവെച്ചു. വിദ്യാർത്ഥികളെ നാടകം പഠിപ്പിക്കുന്നതിനായി ചാലിശ്ശേരി സ്കൂളിൽ ക്യാമ്പും നടത്തിവരുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സന്നദ്ധ പ്രവർത്തകനുമാണ്. കൗക്കോട് പാലഞ്ചേരി ചോഴി കാർത്തിയേനി ദമ്പതികളുടെ മകനായ ഗോപിനാഥിന്റെ സഹധർമ്മിണി ഓമനയും ശില്പ, കാവ്യ എന്നിവർ മക്കളുമാണ്. മരണമൊഴിയുടെ 116ാമത് അവതരണം ചൊവ്വാഴ്ച പെരുമ്പിലാവ് TMVHS സ്കൂളിൽ നടക്കും. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ഫാമിലി ക്ലബിന്റെ അഖില കേരള ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 3300 കുട്ടികൾ പങ്കെടുത്ത മെഗാ ചിത്രരചനാ മത്സരത്തിൽ വിജയിച്ച 267 കുട്ടികൾക്കാണ് സർട്ടിഫിക്കറ്റും ഉപഹാരവും നൽകിയത്. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളി കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ചിത്രകാരൻ ഗായത്രിയെ ആദരിച്ചു. നടൻ ശിവജി ഗുരുവായൂർ, LF കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ജെന്നി തെരേസ്, ജെയ്സൺ ഗുരുവായൂർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ബാബു വർഗീസ്, ഗിരീഷ് C ഗീവർ, ചാർലി മാളിയമ്മാവ്, ജോർജ് തരകൻ, ബിന്ദു ജെയ്സൺ, KB ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ വികസന പ്രവർത്തനങ്ങളും അവരുടെ പൊതുവായ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ നിവേദനം സമർപ്പിച്ചു. പ്രകടനമായി എത്തിയാണ് നിവേദനം നൽകിയത്. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ നിവേദനം ഏറ്റുവാങ്ങി. കർഷക തൊഴിലാളി യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം K ശാരദാമ്മ ഉദ്ഘാടനം ചെയ്തു. TK ശിവൻ അധ്യക്ഷനായി. KT രാജൻ, OS മനോജ്, KV രാജശേഖരൻ, TV അനിൽ, സ്വപ്ന പ്രദീപ്, A ബാലകൃഷ്ണൻ, NP അജയൻ, CS സുധീഷ് എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് പഞ്ചായത്തിലെ 15ാം വാർഡിൽ നിർമ്മിച്ച 81ാം നമ്പർ സ്മാർട്ട് അങ്കണവാടി ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ജിൽസി ബാബു അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർ തെക്കുമുറിയിൽ കുഞ്ഞുമുഹമ്മദ്, പഞ്ചായത്ത് മെമ്പർമാരായ പ്രീതി ബാബു, SK ഖാലിദ്, പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് രേണു, ICDS സൂപ്പർവൈസർ പ്രത്യുഷ എന്നിവർ സംസാരിച്ചു. പൊതുപ്രവർത്തകരും നാട്ടുകാരും രക്ഷിതാക്കളും പങ്കെടുത്തു. വാർഡ് മെമ്പർ ഫസലുൽ അലി സ്വാഗതവും അംഗൻവാടി ടീച്ചർ ദിവ്യ നന്ദിയും പറഞ്ഞു.
കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണം ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ പി മാധവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ മാഗസിൻ പ്രകാശനവും ഓഡിറ്റർ CA ജിസൺ മെഡിക്കൽ കിറ്റ് വിതരണവും നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ VP ലീല, V ആന്റോപോൾ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ട്രസ്റ്റ് സെക്രട്ടറി ജിസൺ ചൂണ്ടൽ സ്വാഗതവും ട്രഷറർ TA കുര്യാക്കോസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ദിനാചരണത്തോടനുബന്ധിച്ച് സ്നേഹസംഗമവും സാംസ്കാരിക സദസ്സുമുണ്ടായി. ഉദ്ഘാടനത്തിന് ശേഷം സ്റ്റുഡൻസ് പാലിയേറ്റീവ് അംഗങ്ങളുടെയും സ്നേഹഭവൻ പാലിയേറ്റീവ് യൂണിറ്റുകളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഖാജ മുഈനുദ്ദീൻ ചിസ്തിയുടെ ആണ്ടിനോടനുബന്ധിച്ച് തൊഴിയൂർ ഖാജ ഫൗണ്ടേഷന്റെ കീഴിൽ വിവിധ പരിപാടികളോടെ നടന്ന ഉറൂസ് സമാപിച്ചു. ഖത്തമുൽ ഖുർആൻ, സിയാറത്ത്, മൗലീദ് പാരായണം, തഅജ്ജുലുൽ ഫുതൂഹ്, അനുസ്മരണ സമ്മേളനം, അന്നദാനം തുടങ്ങിയവ നടന്നു. അനുസ്മരണ സമ്മേളനം സയ്യിദ് ഹാളിൽ തങ്ങൾ വടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KV സയ്യിദ് മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. ഉസ്താദ് അബൂബക്കർ ഷർവാനി തിരൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഇബ്രാഹിം ഫാളിലി, സൈദലവി മുസ്ലിയാർക്കൊപ്പം VK ഫൈസൽ, AP മുഹമ്മദ്, VA മുഹമ്മദ്, റഫീഖ് മാസ്റ്റർ തൊഴിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. പാലേമാവ് മഹല്ല് ജുമാഅത്ത് പള്ളിയിൽ നടന്ന ഖത്തമുൽ ഖുർആനിന് പള്ളി ഖത്തീബ് മുഹീദ്ദീൻ ദാരിമി നേതൃത്വം നൽകി. മുദ്രിസ് സുലൈമാൻ ബാഖവിയുടെ നേതൃത്വത്തിൽ തഅജ്ജുലുൽ ഫുതൂഹ് പാരായണം നടന്നു. പള്ളി മഖ്ബറയിൽ നടന്ന കൂട്ടസിയാറത്തിൽ ഫൗണ്ടേഷൻ ഭാരവാഹികളടക്കം നിരവധി പേർ പങ്കാളികളായി. ഹുസൈൻ അൻവരി നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അന്നദാനത്തിൽ ആയിരങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച പാലിയേറ്റീവ് ഗൃഹ കേന്ദ്രീകൃത പരിചരണ പദ്ധതിയുടെ ഭാഗമായുള്ള സ്നേഹസംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ അധ്യക്ഷയായി. 1.5 പതിറ്റാണ്ടുകാലം ചാലിശ്ശേരി CHC സൂപ്രണ്ടായിരുന്ന ഡോക്ടർ K സുഷമ, പാലിയേറ്റീവ് നഴ്സുമാരായ CC മേരിക്കുട്ടി, R റീജ, ഫിസിയോതെറാപ്പിസ്റ്റ് PT ഷംന, പാലിയേറ്റീവ് പ്രവർത്തകരായ KK ബാലൻ മാസ്റ്റർ, ഗോപിനാഥ് പാലഞ്ചേരി, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CHC സൂപ്രണ്ട് I മൊയ്തീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ സുരേന്ദ്രൻ, ജനപ്രതിനിധികളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, നിഷ അജിത് കുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ V ബാബു നന്ദിയും പറഞ്ഞു. കലാപരിപാടികളും ഉണ്ടായി. ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റം എന്ന സർക്കാർ പദ്ധതിയോടനുബന്ധിച്ച് ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലെ ജീവനക്കാർക്കും നഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CV അജയകുമാർ ക്ലാസ് നയിച്ചു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ V യൂനസ്, M സുരേഷ്, ബിഞ്ചു ജേക്കബ്, കുന്നംകുളം താലൂക്ക് ആശുപത്രി ഉദ്യോഗസ്ഥൻ ഷമീം, ചൂണ്ടൽ നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ലിസ പോൾ CMC, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ജസ്ന CMC, ക്വാളിറ്റി ഓഫീസർ നിഷ രമേശ് എന്നിവർ സംസാരിച്ചു. അമേരിക്കൻ മലയാളി മാധ്യമ പുരസ്കാരം അബ്ദുൾ പുന്നൂർകുളത്തിന്. എറണാകുളത്ത് നടന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങിയ അദ്ദേഹം പുന്നൂർകുളം പ്രസ് ക്ലബ്ബിലെത്തി സന്തോഷം പങ്കിട്ടു. 2023-24 വർഷത്തെ അമേരിക്കൻ മലയാളി മാധ്യമ പുരസ്കാരത്തിനാണ് എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ അബ്ദുൾ പുന്നൂർകുളം അർഹനായത്. മലയാളി ആഗോളതലത്തിൽ നടത്തിയ ചെറുകഥാ മത്സരത്തിൽ ലാളനം എന്ന കഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയതാണ് അവാർഡ്. എറണാകുളം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ അബ്ദുൾ പുന്നൂർകുളം പുരസ്കാരം ഏറ്റുവാങ്ങി. മലയാളി ചീഫ് എഡിറ്റർ ജോർജ് ജോസഫ് അധ്യക്ഷനായ ചടങ്ങിൽ KV മോഹൻകുമാർ IAS അവാർഡ് സമ്മാനിച്ചു. സിൽജി ടോം, സാമുവൽ ഈശോ, സുനിൽ ട്രൈസ്റ്റാർ, ദീപം നിശാന്ത്, സജിമോൻ ആന്റണി, പോൾ കറുകപ്പള്ളി എന്നിവർ സംസാരിച്ചു. അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ റൈറ്റേഴ്സ് ഫോറത്തിന്റെ 2024 സമഗ്ര സംഭാവന പുരസ്കാരത്തിനും അമേരിക്കൻ ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക ലാനയുടെ എഴുത്തുകാർക്കുള്ള ആദരവിനും അബ്ദുൾ പുന്നൂർകുളം അർഹനായിട്ടുണ്ട്. MN സൈദു, റഷീദ് K മൊയ്തു, സാജൻ വാഴപ്പുള്ളി, KM നാസർ എന്നിവരും അബ്ദുൾ പുന്നൂർകുളത്തിനൊപ്പം പുന്നൂർകുളം പ്രസ് ക്ലബ്ബിൽ എത്തിയിരുന്നു. തലക്കോട്ടുകര സാന്ത്വനം സിറ്റിയിൽ സുൽത്താനുൽ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് അജ്മീർ ഉറൂസ് മുബാറക് നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ സംയുക്ത ഖാളിയുമായ
ബദറു സാദത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി മുഖ്യപ്രഭാഷണവും പ്രാർത്ഥനയും നടത്തി. അജ്മീർ മൗലിദിന് സൂഫിയാൻ അമാനി നീലേശ്വരം, അബ്ദുൽ ഖാദർ ഹാജി കിനാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. വെൺമേനാട് മുഹമ്മദ് ഗൈസും സംഘവും അജ്മീർ ഖവാലി അവതരിപ്പിച്ചു. സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഉസ്മാൻ സഖാഫി തിരുവത്ര, സമസ്ത കേന്ദ്ര മുശാവർ അംഗങ്ങളായ താഴപ്ര മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ, ഐ മുഹമ്മദ് കുട്ടി സുഹരി, സയ്യിദ് CPA തങ്ങൾ കരുവന്തിരുത്തി, മുഹമ്മദ് ഉണ്ണി ഹാജി ചൊവ്വല്ലൂർപ്പടി, മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി, സയ്യിദ് തഖ്യുദ്ദീൻ തങ്ങൾ, SMK മഹ്മൂദി, K ജമാലുദ്ദീൻ ഹാജി എന്നിവർ പങ്കെടുത്തു. കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ പറ സമർപ്പണവും പച്ചക്കറി തൈകളുടെ വിതരണവും നടത്തി. ജനുവരി 31 നടക്കുന്ന ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് നടപ്പറ വയ്ക്കുന്നതിന്റെ ആവശ്യത്തിനായി കൊടിയഞ്ചിറ ഭഗവതിക്ക് എന്റെ വക ഒരു പറ പദ്ധതി പ്രകാരമാണ് ഭക്തർ പറകൾ വഴിപാടായി സമർപ്പിച്ചത്. ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് BTN വിജയൻ നമ്പൂതിരി, ഊരാളൻ BTV ശ്രീകുമാർ നമ്പൂതിരി, സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ, ബാബുവില്ലയിൽ CU നായർ, പ്രമോദ്, മാതൃസമിതി പ്രസിഡന്റ് ശാന്ത ബാലകൃഷ്ണൻ, സെക്രട്ടറി ഇന്ദു നായർ, രതി, മിനി, മല്ലിക, സുമ എന്നിവർ നേതൃത്വം നൽകി. പൂരത്തോടനുബന്ധിച്ചുള്ള ശുദ്ധികലശ ചടങ്ങുകൾ ചൊവ്വാഴ്ചയും ഗുരുതി വെള്ളിയാഴ്ചയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ശതാബ്ദി തിരുനാളിനും ഇടവക സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും സമാപനമായി. ഞായറാഴ്ച വൈകിട്ട് നടന്ന ജൂബിലി സമാപന സമ്മേളനം സിനിമാ പിന്നണി സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ഇഗ്നേഷ്യസ് തട്ടിൽ എന്നിവർ സംസാരിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ സ്വാഗതവും ആഘോഷ കമ്മിറ്റി കൺവീനർ തോമസ് അന്തിക്കാട്ട് നന്ദിയും പറഞ്ഞു. തുടർന്ന് രാത്രി പൂഞ്ഞാർ നവധാര സൂപ്പർ ഹിറ്റ്സ് അവതരിപ്പിച്ച ഗാനമേളയുണ്ടായി. വിശ്വാസ പരിശീലന അധ്യാപകർ അവതരിപ്പിച്ച പ്രാർത്ഥന നൃത്തത്തോടെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇൻഷുറൻസ് സംരക്ഷണ സമിതിയുടെയും പെൻഷൻ സംഘടനാ യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ കുന്നംകുളം LIC ഓഫീസിന് മുന്നിൽ ഏജന്റുമാരും ജീവനക്കാരും മനുഷ്യച്ചങ്ങല തീർത്തു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATU തൃശൂർ ഡിവിഷൻ സെക്രട്ടറി TS ഷെനിൽ വിശദീകരണം നടത്തി. എംപ്ലോയീസ് യൂണിയൻ ബ്രാഞ്ച് സെക്രട്ടറി IP സുന്ദരൻ, പ്രസിഡന്റ് മിനി ജോൺ, LIC ഏജന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATU തൃശൂർ ജില്ലാ സെക്രട്ടറി വത്സൻ മാളിയേക്കൽ, ബ്രാഞ്ച് ഭാരവാഹികളായ രാജീവ് ബാലൻ, ബീന ജോയ്, സജി പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. IRDAയുടെ തെറ്റായ നിർദ്ദേശങ്ങൾ തിരുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് നിയമ ഭേദഗതി ബില്ല് 2024 പിൻവലിക്കുക, ഏജന്റുമാരുടെ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, പൊതുമേഖലാ വിരുദ്ധ നിലപാടുകൾ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇൻഷുറൻസ് ദേശസൽക്കരണത്തിന്റെ 70ാം വാർഷിക ദിനത്തിന്റെ ഭാഗമായാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. കുന്നംകുളം അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ 2ാം വാർഷികാഘോഷം ജനുവരി 21 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ അധ്യക്ഷനാകും. ജനപ്രതിനിധികളും വിവിധ തൊഴിൽ രംഗത്തെ വിദഗ്ധരും പങ്കെടുക്കും. ഇതുവരെ 215 പേർക്ക് സൗജന്യമായി തൊഴിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. വിവിധ പ്ലേസ്മെന്റ് വഴി നിയമനങ്ങളും നൽകുന്നതായി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത രാകേഷ് KV, അലി അക്ബർ കാമിൽ, രോഹിത് ദാസ് എന്നിവർ അറിയിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 18ാം വാർഡ് ADS വാർഷികം ആഘോഷിച്ചു. പ്രസിഡൻസി ഡിഗ്രി ക്യാമ്പസിൽ നടന്ന ആഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ADS ചെയർപേഴ്സൺ ജാനകിദാസൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ സതി മണികണ്ഠൻ, KB ബബിത, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ്, സുനജ പ്രസാദ്, ഷീബ രാജേഷ്, സജിത ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുടുംബശ്രീ അംഗങ്ങളെയും വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. പുന്നൂർക്കുളം സ്മരണ കുന്നത്തൂരിന്റെ നേതൃത്വത്തിൽ MT എന്ന വിഷയത്തിൽ ചർച്ച നടത്തി. പാഠാന്തരങ്ങൾ അധ്യായം 123 പ്രതിമാസ ചർച്ചയിൽ മോഹൻ ബാബു വിഷയം അവതരിപ്പിച്ചു. ചെയർമാൻ സജീവ് കരുമാലിക്കൽ അധ്യക്ഷത വഹിച്ചു. ഉമ്മർ അറക്കൽ, CT സോമരാജ്, T കൃഷ്ണദാസ്, ദിനേശൻ വന്നേരി, ദിവാകരൻ പനന്തറ, പാഠാന്തര സമിതി കൺവീനർ ഷാജൻ വാഴപ്പിള്ളി എന്നിവർ പങ്കെടുത്തു. സ്മരണ സെക്രട്ടറി AK സതീഷ് കുമാർ സ്വാഗതവും രാജേഷ് കടാമ്പുള്ളി നന്ദിയും പറഞ്ഞു. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കുന്നംകുളം ഏരിയ പ്രസിഡന്റായി പെരുമ്പിലാവ് സ്വദേശിനിയും മേനോത്ത് കമറുദ്ദീൻ ജാസ്മിൻ ദമ്പതികളുടെ മകളുമായ MK ഷഹബിയെ തെരഞ്ഞെടുത്തു. ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിക് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഷാന അഫ്രീനെ വൈസ് പ്രസിഡന്റായും PA മൂസിനയെ സെക്രട്ടറിയായും സുംന നജീബിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ജില്ലാ സമിതി അംഗങ്ങളായ ഹിബ ഷിബിലി, ഹനാൻ ഹംസ എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിച്ചു. ഷാന അഫ്രീൻ സ്വാഗതവും സഫിയ ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു. ഷഹബിയ MK ഖിറാത്ത് നടത്തി. ഇന്നത്തെ സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7390 രൂപ, പവന് 59,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചരമം കറുകപ്പുത്തൂർ ഇഞ്ചിരി വളപ്പിൽ മുഹമ്മദ് കുട്ടി നിര്യാതനായി 86 വയസ്സായിരുന്നു. ജീവകാരുണ്യ പരിസ്ഥിതി മേഖലകളിൽ സജീവ പ്രവർത്തകനായിരുന്നു പരേതൻ. കറുകപ്പുത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. കുഞ്ഞുമോൾ ഭാര്യയും മുഹമ്മദ് യൂനുസ്, നൌഷാദ്, നിഷ എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി മുരിങ്ങാത്തേരി കണ്ടംകണ്ടത്ത് പരേതയായി ജാനകിയമ്മ മകൻ വേണുഗോപാലൻ നിര്യാതനായി 58 വയസ്സായിരുന്നു. ഗീത ഭാര്യയും പ്രണവ്, അപർണ എന്നിവർ മക്കളുമാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേച്ചേരി മണലിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലേക്ക് ഇടിച്ചുകയറി യുവാവിന് ദാരുണാന്ത്യം. മണലി സ്വദേശി ചുങ്കത്ത് വീട്ടിൽ ഷാജുവിന്റെ മകൻ 26 വയസ്സുള്ള എബിനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കും പരിക്ക്. പാർക്കാടി പൂര ചടങ്ങുകൾക്ക് സമാപനം. തിങ്കളാഴ്ച പുലർച്ചെ നടന്ന പൊങ്ങിലിടിയോടുകൂടിയാണ് ആഘോഷത്തിന് സമാപനമായത്. പകൽപൂരത്തിന്റെ എഴുന്നള്ളിപ്പിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 പോലീസുകാർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. സാംസ്കാരിക നിലയങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കരുതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. സംസ്കാര GCC പുന്നീർകുളത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച VP മാമു സ്മാരക ഭവൻ നാടിന് സമർപ്പിച്ചു. കുന്നംകുളത്ത് പണമിടപാടു സ്ഥാപനത്തിൽ ഇടപാടുകാരുടെ പ്രതിഷേധം. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനം കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപത്തുകയും പലിശയും നൽകുന്നില്ലെന്ന് ഇടപാടുകാർ. സ്ഥാപന ഉടമകളെ വിവരമറിയിച്ച് പ്രശ്നപരിഹാരം സാധ്യമാക്കുമെന്ന് ജീവനക്കാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. മരത്തങ്കോട് AKG നഗറിൽ മനക്കപ്പറമ്പിൽ ഭാസ്കരൻ മകൻ ബാലചന്ദ്രന്റെ 7ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.